ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇതെൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയും കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ടൈറ്റിലും തമ്പനയിലും കണ്ട മാതിരി തന്നെയാണ് എങ്ങനെ ഫാസ്റ്റായിട്ട് നമുക്ക് എയിം ആക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 1v2 1v4 പോട്ടെ 1v1 സിറ്റുവേഷനിലാകുമ്പോൾ നമുക്ക് നല്ല എയിമും കാര്യങ്ങളും ഇല്ല. എന്താ നമ്മൾ എയിമും കാര്യങ്ങളും എടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എയിമിന് നിങ്ങൾ M4 അങ്ങനത്തെ ഗൺ യൂസ് ചെയ്യരുത്. ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഇങ്ങനത്തെ ഷോർട്ട് ഗൺസ്, DBS ഓർ പമ്പ് ഗൺ, അങ്ങനത്തെ നിങ്ങൾ ഷോർട്ട് ഗണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കുക. ഷോർട്ട് ഗൺ എടുത്തിട്ട് എന്താണ് ഒന്നെങ്കിൽ ഈ ഡമ്മീസിനെ അടിച്ച് പഠിക്കുക, അല്ലെങ്കിൽ മറ്റേ TDM കളിച്ചാണ്ട് പഠിക്കുക. ഓക്കെ, ഞാൻ പ്രിഫർ ചെയ്യുന്നത് TDMൽ പോകാനാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് എനിമീൻ്റെ മൂവ്മെൻറ്റൊക്കെ കിട്ടി അവന്മാരെ അടിക്കാനായിട്ട് പറ്റും. പിന്നെ ഷോർട്ട് ഗണ്ണും സ്നൈപ്പേഴ്സ് കിട്ടും, അത് വെച്ച് കളിക്കാനായിട്ട് നോക്കുക. അങ്ങനെ കളിച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയിമും കാര്യങ്ങളും പെട്ടെന്ന് കിട്ടുന്നതാണ്. അത് വന്നിട്ട് എയിമിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ പറഞ്ഞുതരാം. നമുക്ക് അറിയുന്നത് പോലെ തന്നെ അടിച്ചാലും കയറും, അതൊക്കെ നിങ്ങൾക്ക് അറിയണമായിരിക്കും. പക്ഷെ ഞാൻ ഉള്ളൂ മാത്രം. ഓക്കെ, ഇവിടെ തലയുടെ മുകളിൽ കുറച്ചടിച്ചാൽ അപ്പോൾ ഇതും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഷോർട്ട് ഗൺ വെച്ചിട്ട് മാക്സിമം എല്ലാവരും അടിക്കാനായിട്ട് നോക്കുക. മാച്ചസിൽ അറിയുമ്പോൾ TDM മാച്ചസിൽ മാക്സിമം ഷോർട്ട് ഗണ്ണായിട്ട് യൂസ് ചെയ്യുക. ഷോർട്ട് ഗൺ സ്നൈപ്പേഴ്സ് യൂസ് ചെയ്യാൻ നിൽക്കുക. ഇനി അതോ നിങ്ങൾ ഈ സാധനം കൊണ്ട് മാസ്റ്റർ ചെയ്ത് ഷോർട്ട് ഗൺ സ്നൈപ്പേഴ്സൊക്കെ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഷോർട്ട് ഗൺ വെച്ച് തന്നെ കളിക്കണം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഷോർട്ട് ഗൺ വെച്ചിട്ട് നിങ്ങൾ ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ചാടി അടിക്കുന്ന സ്റ്റേജിൽ ഇതിങ്ങനെ അങ്ങനെ പൊളിക്കണം. ഓക്കെ, ഞാൻ ഇത് ചാടി അടിച്ച് എനിക്ക് വലിയ പരിചയമുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ കഴിയുന്നില്ല. എന്താണ് ഒന്നുകൂടി നോക്കാം. നിങ്ങൾ എന്താ ഇങ്ങനെ ചാടി അടിക്കുമ്പോൾ FPP ഒക്കെ ഓണാക്കിക്കൊണ്ട് വരട്ടെ. അല്ല, ഇങ്ങനെ അടിച്ച് പഠിക്കണം. ഓക്കെ, എന്താ വെച്ചാൽ സ്നൈപ്പറും DBS ആൻഡ് ഷോർട്ട് ഗൺസ് ഇങ്ങനെ അടിച്ച് പഠിച്ചുള്ള ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാടിയൊക്കെ അടിക്കുമ്പോൾ അടിപൊളിയായിട്ട് ഏത് സ്ഥലത്തും നമുക്ക് എയിമും കാര്യങ്ങളും വേണ്ടതാണ്. ഏതൊരു സ്ഥലത്തും നല്ല എയിമും കാര്യങ്ങളും വേണ്ടതാണ്. പക്ഷേ ഗൈറോയിലിട്ട് കളിക്കുന്നവർ ഗൈറോസ് അങ്ങനെ ഇട്ട് കളിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈറോ സെൻസിറ്റിവിറ്റി മാക്സിമം സെറ്റാക്കാനായിട്ട് നോക്കുക. ഞാൻ പിന്നെ ഒരു ഗൈറോ പ്ലെയർ അല്ല, എൻ്റെ ഡിവൈസ് അതിൽ പറ്റുന്നില്ല. അതുകൊണ്ട് ഗൈറോ ഇല്ലാത്തവർ മാക്സിമം ഞാൻ വേണമെങ്കിൽ എൻ്റെ എൻ്റെ സെൻസിറ്റിവിറ്റി അടിപൊളിയൊക്കെയാണ്. പിന്നെ ഈ എയിമും കാര്യങ്ങളും സെറ്റാക്കി എടുക്കണമെന്നുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ഈ എയിമും കാര്യങ്ങളും സെറ്റാക്കുന്നില്ല. അപ്പോൾ ഞാനിതൊരു കണ്ടൻറ്റാക്കാൻ വിചാരിച്ച് ചെയ്തതാണ്. ഞാൻ കാര്യങ്ങളും എൻ്റെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളും കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സെൻസിറ്റിവിറ്റി. ഗൈറോ സെൻസിറ്റിവിറ്റി നോക്കിയാൽ എനിക്ക് ഗൈറോ ഉണക്കാൻ പറ്റൂല. ഓക്കെ, ഇതാണ് എൻ്റെ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് എന്താണ് എയിമും കാര്യങ്ങളും സെറ്റ്. എന്നിട്ട് നിങ്ങൾ ഷോർട്ട് ഗണ്ണ് വെച്ച് എയിമും കാര്യങ്ങളും സെറ്റായി, സൗണ്ടും കാര്യങ്ങളും പോയി. ഷോർട്ട് ഗണ്ണും കാര്യങ്ങളും വെച്ച് നിങ്ങളുടെ എയിമും കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ SMG ഗൺസ് ഉപയോഗിക്കുക. SMG ഗൺസ് UMP അങ്ങനത്തെ ഗൺസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് കറക്റ്റ് എയിമും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തെടുക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ശേഷമാണ് നിങ്ങൾ ഈ M4ഉം ഇങ്ങനെ എയർ ഗൺസും കാര്യങ്ങളും യൂസ് ചെയ്യുക. അതും സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ ആക്യം വെച്ച് കളിക്കുക. അപ്പോൾ നിങ്ങളുടെ എയിമും കാര്യങ്ങളും ഫുള്ള് കറക്റ്റ് സെറ്റാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ എയിമിൻ്റെ കാര്യം മറക്കണ്ട, ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അപ്പോൾ വീഡിയോ തൊഴിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുക. അപ്പോൾ ഓക്കെ, ബൈ.